റീസെന്റ് ജോക്കർ ഫോളിയോഡിയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുണ്ടായിരുന്നു. ഡ്യൂഡ്, ദിസ് ഈസ് ക്രേസി. 2024 DC-യുടെ ഒരു മൂവി, അത് മ്യൂസിക്കൽ ജോണറിൽ വരുന്നൊരു മൂവി. കാലങ്ങൾക്ക് പുറം ഹോപ്പ് വയ്ക്കാൻ പറ്റിയ ഒരു DC മൂവി. അവർ അതിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടു. ട്രെയിലർ സിനിമാറ്റോഗ്രഫിയൊക്കെ ഒരു രക്ഷയെന്ന് വേണം പറയാനായിട്ട്. ജോക്കർ എന്ന മൂവിയുടെ റിലീസിന് ശേഷം സെക്കൻഡ് പാർട്ട് ഒരു മ്യൂസിക്കലാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ എന്തൊക്കെയോ പ്രോമിസ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇല്യൂഷൻ്റെ അയ്യൊരു കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടീസറിൽ കാണിച്ച സീക്വൻസിൻ്റെ എക്സ്റ്റെൻഡഡ് കട്ടെന്ന് വേണമെങ്കിൽ ഈ ഒരു ട്രെയിലറിനെ പറയാം. കണ്ടോടത്തോളം വെച്ച് നോക്കിയാൽ ഫസ്റ്റ് സിനിമയോട് കട്ടക്ക് നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് തോന്നുന്നത്. സിനിമാറ്റോഗ്രഫിയൊക്കെ ആദ്യ സിനിമയെ കവച്ചു വെക്കുന്നുണ്ട്. ഏതാണ്ട് ആ ഒരു സിനിമയുടെ സെയിം വൈബ് തന്നെയാണ് ഇവിടെ തരുന്നത്. ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയ കാര്യം ഇനി ഹാർലിക്വിനും ഫേക്ക് ആണോ എന്നുള്ളതാണ്. ആദ്യ സിനിമയെ പോലെ ആർത്തർ കൊയർ പ്രാക്ടീസിനിടയിൽ കാണുന്ന ഒരു സ്ത്രീയുമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമാജിനറി വേൾഡ് ആവും ഷെയ്ഡ് മാഡ്നസ് എന്നറിയപ്പെടുന്ന ഫോളിയോ ഡ്യൂ. ഇവിടെ ലേഡി ഗാഗ അവതരിപ്പിക്കുന്ന ഹാർലിക്വിൻ ഒറിജിനൽ ആണോ നമുക്കറിയില്ല. എന്തായാലും ആ ഒരു ക്യാരക്ടറിൻ്റെ പോർട്രേഷൻ നമ്മൾ കോമിക്സിൽ കണ്ടിട്ടുള്ളത് പോലെയുമല്ല. ഈ വേൾഡ് ഒരു കോമിക്കൽ വേൾഡ് അല്ല. ടോഡ് ഫിലിപ്പ് ചെയ്ത ഫസ്റ്റ് ജോക്കർ മൂവിയും കോമിക്കൽ ഇൻസ്പിറേഷനുള്ള ഒരു മൂവി ആയിരുന്നില്ല. ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അയാളുടേതായ ഒരു ജോക്കർ ഹാർലിക്വിൻ കോംബോയാണ്. ജോക്കർ എവിടെ വെച്ചാണോ തീർന്നത് അവിടെ നിന്നാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ആർത്തറിൻ്റെ ട്രെയിലർ എടുക്കുന്നത് ഈ ഒരു സിനിമയുടെ ഒരു ക്രൂഷ്യൽ പാർട്ടായിരിക്കും. അതുപോലെ വോയിസ് ഓവറിൽ നിന്ന് ഹാർവേഡൻ ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ടു ഫേസ് ആകുമോ എന്ന് ഡൗട്ടുള്ള കാര്യമാണ്. നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പോസിബിളി ഇവിടെ ആർത്തറിനെതിരെ വാദിക്കുന്നത് ഹാർവേഡൻ്റെ ആയിരിക്കാം. ഹാർലിക്വിൻ്റെ കേസിൽ ജോക്കർ എങ്ങനെയായിരുന്നു ഫസ്റ്റ് പടത്തിൽ അതിന് പാരലായിട്ടാണ് ഹാർലിക്വിനെയും കാണിച്ചിട്ടുള്ളത്. ഒന്നും അല്ലാതെ ഇരുന്നിടത്ത് നിന്ന് ആർത്തർ ഗോതം സിറ്റിയിലെ ജോക്കർ എന്ന വലിയൊരു സിമ്പലായി മാറി. അതുപോലെ ജോക്കർ ത്രൂ ഹാർലിക്വിനും ഗോതം സിറ്റിയിൽ ഒരു വലിയ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതാവാം ഇവിടെ ഹാർലിക്വിനിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആർക്കം അസൈലത്തിലെത്തുന്ന ആർത്തർ ഹാർലിയെ മീറ്റ് ചെയ്യാൻ ഇടയാവുന്നു. എന്നാൽ കോമിക്സിനെ പോലെ ആ ഒരു ക്യാരക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് അല്ല. പകരം എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു പേഷ്യൻ്റ് ആയിരിക്കുമെന്നാണ്. ആ ക്യാരക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ ആ ഒരു പ്രാക്ടീസ്. ലൈക്ക് മെൻ്റലി സ്റ്റേബിൾ അല്ലാത്തവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ടോക്കിംഗ് സെഷനൊക്കെ കൊടുക്കൂലേ, അതുപോലെ. എൻ്റെ ട്രെയിലർ എടുത്താൽ ഹാർലിയെ നോർമലായിട്ട് തോന്നുന്നില്ല. ഫസ്റ്റ് ട്രെയിലറിൽ ആർത്തറിനോട് അർക്കം അസൈലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഹാർലിക്വിൻ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അർക്കം അസൈലത്തിന് തീയിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കുന്നു. പോസിബിളി ആർത്തറിനെ അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നത് ഹാർലിക്വിൻ ആയിരിക്കാം. ഇവിടെ ആർത്തറിനെ മീറ്റ് ചെയ്യുന്ന ഹാർലി തന്നെ ജസ്റ്റ് കൈകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മൂവിയിൽ കാണിച്ച സോഫിയാണ്. ജസ്റ്റ് ലിഫ്റ്റിൽ വെച്ച് കണ്ട പരിചയത്തിലാണ് ആർത്തർ സോഫിയുമായി റിലേഷൻഷിപ്പിലാവുന്നത് ഇല്യൂഷൻ ത്രൂ നമുക്ക് കാട്ടി തന്നത്. ആ ഒരു സെയിം സീൻ ഇവിടെയും കാണിക്കുന്നു. ഇനി ഇതും ഒരു ഇല്യൂഷനാണെന്ന് ഫോർഷാഡോ ചെയ്ത് പറയുന്നതാണോ? മെയിനായിട്ട് ഈ ഒരു ട്രെയിലറിൽ എന്തൊക്കെയാണ് ഒറിജിനൽ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ട്രെയിലറിൻ്റെ പല ഘട്ടത്തിൽ ഹാർലിക്വിനെ പുറത്തും ഒപ്പം ആർത്തറിനെ അകത്തുമായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ രണ്ടുപേരെയും അകത്തായിട്ടും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടുന്ന് ഹാർലിക്വിൻ പുറത്തിറങ്ങിയതിന് ശേഷം ആർത്തറിനെ മീറ്റ് ചെയ്യുന്ന സീക്വൻസ് ആയിരിക്കാം ആ കാണിക്കുന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അസൈലത്തിന് തീയിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നത് എന്തിനാ? റീസെൻ്റ്ലി അവർ പുറത്തുവിട്ട സെക്കൻഡ് ട്രെയിലറിൽ നിന്ന് അവർ അവിടുന്ന് രക്ഷപ്പെടുന്നില്ലെന്ന് കൺഫേം ചെയ്യാം. തീയിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ആർത്തറിനെയും ഹാർലിക്വിനെയും ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പോലീസ് പിടിക്കുന്നുണ്ട്. ഇതുപോലെ പലതവണ അവർ ആ ഒരു സെല്ലിൽ നിന്ന് പുറത്ത് ചാടാൻ നോക്കുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതുപോലെ ജോക്കർ ഹാർലിക്വിനൊക്കെ ഒരുപാട് മ്യൂസിക്കലായിട്ടുള്ള സീൻസും ഈ ഒരു സിനിമയിൽ കൊടുക്കും. മ്യൂസിക്കലായി വരുന്ന സീൻസ് എല്ലാം ആർത്തറിൻ്റെയോ ഹാർലിക്വിൻ്റെയോ മൈൻഡിലായിരിക്കും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സീനിൽ ജോക്കറും ഹാർലിക്വിനും വെൽ ഡ്രസ്ഡ് ആയിട്ട് അസൈലം ഹോട്ടലിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് കാണാം. ആക്ച്വലി ആ ഒരു സീൻ ഒരു ഇല്യൂഷനാണ്. എന്നാൽ അതിൻ്റെ റിയാലിറ്റിയിൽ അവർ ഡാൻസ് കളിക്കുന്നത് വലിയൊരു കേവസിന് നടുവിൽ നിന്നാണ്. ഇത് രണ്ടും ഒരു സീൻ്റെ റിയാലിറ്റിയും ഇല്യൂഷനുമാണ് കാട്ടിത്തരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ആർത്തർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കൾട്ട് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടുവരാണ്. അതിനും മാത്രം സപ്പോർട്ട് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ജോക്കറിനുണ്ട്. മോസ്റ്റ്ലി ഈ ഒരു സിനിമ ജോക്കർ ഫസ്റ്റ് മൂവിയിൽ നടന്ന മുറയുടെ കൊലപാതകവും അതിൻ്റെ ട്രയലും കോർട്ട് റൂം ഇൻസിഡൻസും ഒക്കെ ആയിട്ട് പോകാനാണ് സാധ്യത. അവിടെ ജോക്കറിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് തുണയായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇമാജിനറി ലവ് ഇൻട്രസ്റ്റ് ആയിരിക്കാം ഇവിടെ ലേഡി ഗാഗയുടെ ഹാർലിക്വിൻ. ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഒരു വലിയ പ്രശ്നമൊക്കെ നടക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ പോലീസ് കുറ്റവാളികളെ പിടിച്ചു നിർത്തുന്നതൊക്കെ കാണാം. ഈ ഒരു സീൻ ചിലപ്പോൾ ജയിലിന് തീയിടുന്ന സീനായിരിക്കാം. രക്ഷപ്പെടാൻ നോക്കുന്നത് കൊണ്ട് തന്നെ ആർത്തറിനെ ഒരു സ്പെഷ്യൽ സെല്ലിലിടുന്നതായിരിക്കാം ഇത്. ജയിലിലായിരിക്കുമ്പോൾ തന്നെ ആർത്തർ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിലൊരെണ്ണം കണ്ടിട്ടാണ് ഹാർലിക്വിൻ ആ ഒരു ഷോപ്പിൻ്റെ ഗ്ലാസ്സൊക്കെ തകർത്ത് അതിൽ നിന്നും ഒരു TV എടുക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂസൊക്കെ ആയിരിക്കാം പുറത്തെ ജോക്കറിന് സപ്പോർട്ടായി ഒരു കൾട്ട് ഉണ്ടാക്കുന്നത്. അതിലൂടെ ഒരു ക്രിമിനലിനെ ആളുകൾ റോൾ മോഡലായിട്ട് കാണുകയും അതിൽ നിന്ന് ഇൻസ്പയർ ആയി ജോക്കറിനെ പോലെ കോസ്റ്റ്യൂം ധരിച്ച് പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങുന്നതെല്ലാം നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. അതുപോലെ കോർട്ടിന് മുമ്പിൽ തടിച്ചു കൂടുന്ന ആളുകളും ഇതിന് എക്സാമ്പിളാണ്. ഇങ്ങോട്ടേക്ക് ആർത്തറിനെ ട്രയലിന് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും ട്രെയിലറിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു സീൻ. ആർത്തർ അങ്ങോട്ടേക്ക് കയറുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആർത്തറിന് ഒരു TV ഷോയിലേക്ക് കയറി ചെല്ലുന്നത് പോലെയായിരിക്കും ഫീൽ ചെയ്യുന്നത്.
കോർട്ട് റൂം സീക്വൻസ് എടുത്താൽ 2 ടൈപ്പ് സീക്വൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിലൊന്നിൽ ജോക്കറായി കോർട്ട് റൂമിൽ പെർഫോം ചെയ്യുന്ന ആർത്തറിനെയും മറ്റേതിൽ ക്രിമിനലായി കോർട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന ആർത്തറിനെയും കാണാം. ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇത് രണ്ടും 2 സീനുമായിരിക്കാം. എന്നാൽ ഒരെണ്ണത്തിൽ ജോക്കർ ജഡ്ജിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ മറ്റൊരു സീനിൽ കോർട്ട് റൂമിൽ എക്സ്പ്ലോഷൻ നടക്കുന്നത് കാണാം. എക്സ്പ്ലോഷൻ നടക്കുന്നത് ട്രെയിലറിന് തുടക്കത്തിൽ കാണിക്കുന്ന സീനിൻ്റെ ബാക്കിയാണെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് ആർത്തർ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു സെയിം കോസ്റ്റ്യൂം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ആ ഒരു ക്യാരക്ടർ ഓടി രക്ഷപ്പെടുന്നു. ഇതിന് പുറമെ നമുക്ക് വേറെ 2 ജോക്കർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും കാണാൻ പറ്റും. അവർ എന്തിനു വേണ്ടിയാണ് ആർത്തറിനെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ആർത്തറിനെ കൊന്ന് അടുത്ത ജോക്കർ താനാണെന്ന് കാണിച്ച് ആ ഒരു മാൻഡിൽ എടുക്കാനായിരിക്കാം. ഈ ഒരു സീക്വൻസ് മൂവിയുടെ എൻഡിൽ വരുന്നാവാനും സാധ്യതയുണ്ട്. ഇത്രയും വലിയൊരു സംഭവം ഒരു സിനിമയുടെ നടുക്ക് വെച്ച് കാണിക്കുമോ എന്ന് സംശയമുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ നടുക്ക് വെച്ച് കാണിക്കുമോ എന്ന് സംശയമുണ്ട്. പക്ഷെ നടക്കൂല എന്നൊന്നും പറയാനും പറ്റില്ല. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നടക്കുന്ന സീക്വൻസും ആവാം. അങ്ങനെയാണെങ്കിൽ ജോക്കർ കോസ്റ്റ്യൂമിൽ ആർത്തർ കോർട്ട് റൂമിലേക്ക് എത്തുന്നത് എപ്പോഴാണെന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ആ ജഡ്ജിനെ അടിക്കുന്ന സീക്വൻസ് ഒക്കെ റിയലാണോ എന്നറിയില്ല. ശരിക്കും ആ ഒരു സിനിമയിൽ ആർത്തർ ജോക്കറായി വരുന്നുണ്ടോ? ട്രെയിലറിൽ ജോക്കറിനെ കാണിക്കുന്ന സീക്വൻസ് എല്ലാം ആ ഒരു ക്യാരക്ടർ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്രയും നല്ല ഒരു ലുക്കിൽ ആർത്തറിനെ ഇതുവരെ കാണിച്ചിട്ടില്ല. ആ ഒരു സീക്വൻസിൽ പലതും മ്യൂസിക്കലുമാണ്. സോ ഇതിലെവിടെയാണ് നമ്മുടെ ജോക്കർ അപ്പിയറൻസ് നടത്തുന്നതെന്ന് അറിയില്ല. എന്നാൽ ഒരു പ്രസന്റ് സീക്വൻസിൽ ജോക്കർ കോസ്റ്റ്യൂമിലുള്ള ആർത്തറിനെ കാണിക്കുന്നു. അതുപോലെ ജോക്കർ കോർട്ട് റൂമിൽ പെർഫോം ചെയ്യുന്ന ടിവിയിലൂടെ കാണുന്ന 2 പോലീസിനെയും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു കോർട്ട് റൂം സീനിൽ ആർത്തറിന്റെ മൈൻഡിലൂടെ പോകുന്ന സീക്വൻസ് ആയിരിക്കാം ജഡ്ജിനെ അടിക്കുന്ന സീനൊക്കെ. അവിടെ പെർഫോം ചെയ്യുന്ന ജോക്കറിനെ തിരിച്ച് ജയിലിൽ കൊണ്ടുവന്നതിന് ശേഷം പോലീസ് ഉപദ്രവിക്കുന്ന സീക്വൻസ് ആയിരിക്കാം ഇത്. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ കണക്ഷൻ കിട്ടണമെങ്കിൽ സിനിമ തന്നെ കാണേണ്ടി വരും. അതുപോലെ പല കോമിക് റെഫറൻസും ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണത്തിൽ ജോക്കർ വൈറ്റ് കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത് കാണാം. അത് ശരിക്കും എടുത്തിരിക്കുന്നത് ഫ്രാങ്ക് മില്ലറിന്റെ ദ ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് എന്ന കോമിക്സിൽ നിന്നാണ്. അതുപോലെ ഇവിടെ ജോക്കറും ഹാർലിക്വിനും ഡാൻസ് ചെയ്യുന്നൊരു സീക്വൻസും ഉണ്ട്. ഇത് ബാറ്റ്മാൻ ഹാർലിക്വിൻ എന്ന കോമിക്സിന്റെ കവർ പേജ് ആണ്. ആ ഒരു ഐക്കോണിക് ഷോട്ടിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ റീമേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഹാർലിക്വിനിന്റെ കോസ്റ്റ്യൂമാണ്. ആ ക്യാരക്ടറിന്റെ കോമിക്കൽ ഔട്ട്ഫിറ്റിനെ ഓൾട്ടർ ചെയ്ത് സെയിം കളർ കോമ്പിനേഷൻ ആൻഡ് ഡിസൈനും കൊടുത്തിട്ടാണ് ഈ ഒരു ഹാർലിയുടെ കോസ്റ്റ്യൂം റെഡിയാക്കിയിരിക്കുന്നത്. ഈ സീനിൽ ഹാർലി കോർട്ടിലേക്ക് കയറി പോകുന്നു. ഇത് സെറ്റ് ഫോട്ടോസിൽ നിന്ന് ലീക്ക് ആയതാണ്. മോസ്റ്റ്ലി എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് ഇതാ ഒരു കോർട്ട് റൂം എക്സ്പ്ലോഷൻ സീക്വൻസ് ആയിരിക്കാം. പോസിബിളി ഇത് പ്ലാൻ ചെയ്യുന്നതും ഹാർലിക്വിൻ ആയിരിക്കാം. ഫസ്റ്റ് ട്രെയിലറിൽ ഹാർലിക്വിൻ മേക്കപ്പ് ഇടുന്ന ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴായിരിക്കാം ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത്. ഫസ്റ്റ് മൂവിയിൽ അവസാന ഭാഗത്ത് ജോക്കർ എസ്റ്റാബ്ലിഷ് ആവുന്നത് പോലെ ഈ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് ഹാർലിക്വിൻ എമർജ് ആവുന്നതായിരിക്കാം കാണിക്കുന്നത്. കോർട്ടിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തി ആർത്തറിനെ രക്ഷപ്പെടുത്തുന്നതാവാം നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഹാർലി ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും. അസൈലത്തിന് തീയിട്ട് ജോക്കറുമായി രക്ഷപ്പെടാൻ നോക്കുന്ന ഹാർലിയെ നമ്മൾ കണ്ടതാണ്. ആദ്യ ഭാഗത്തിൽ ആർത്തർ അങ്ങനെ ക്ലൗൺ പ്രിൻസ് ഓഫ് ക്രൈമായി മാറിയോ അതുപോലെ ഈ ഒരു സിനിമയിൽ ഹാർലിക്വിൻ ക്ലൗൺ പ്രിൻസസ് ഓഫ് ക്രൈമായി മാറും. ഈ സിനിമയിൽ ഹാർലിക്വിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജോക്കറിനെ പോലെ തന്നെ ഹാർലിക്വിനും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ചിലപ്പോൾ ജോക്കറിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ ഒരു ക്യാരക്ടറിന് ഉണ്ടാവാനും സാധ്യതയുണ്ട്. മ്യൂസിക്കലായി കിട്ടിയ സീനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സീനാണ് കോർട്ടിന് ഫ്രണ്ടിലുള്ള ഡാൻസ് പോർഷൻ. 2019 നമ്മൾ കണ്ട ജോക്കറിന്റെ ഡാൻസ് ഇവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ജോക്കർ ഫുള്ളായിട്ട് മെന്റലി ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷമായിരുന്നു ആ ഒരു ഡാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചിലപ്പോൾ ഹാർലിക്വിൻ ഫുള്ളായിട്ട് മെന്റലി ഇല്ലായതിനു ശേഷമായിരിക്കാം ഈ ഒരു സീക്വൻസ് പ്ലേ ആവുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതും ചിലപ്പോൾ മൂവിയുടെ എൻഡിലായിരിക്കാം. കാരണം കോർട്ടിന് മുമ്പിൽ ഇത്രയും ക്രൗഡ് കൂടി നമ്മൾ റിയാലിറ്റിയിൽ കാണുന്നത് ആ ഒരു ട്രയലിന് കൊണ്ടുപോകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നടക്കുന്ന ഒരു ഇല്യൂഷൻ ആയിരിക്കാം ഇത്. ജോക്കർ ഫോളിയോ ഡ്യൂ ജോക്കറിന്റെ ആദ്യ സിനിമയോട് പാരലായി പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇതിന്റെ 1 ലൈൻ പ്ലോട്ട് ഹാർലിക്വിനിന്റെ ഒറിജിൻ ആയിരിക്കാം. കഴിഞ്ഞ പടത്തിലെ മുരയുടെ ഡെത്ത് സീനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു TV ഷോയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് റിയൽ ആണോ എന്നറിയില്ല. എന്തെന്നാൽ മുരയുടെ ഷോയുടെ സെയിം കളറിങ്ങും സ്റ്റൈലും ഒക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പോസിബിളി ഇത് ഇല്യൂഷൻ ആവാനും സാധ്യതയുണ്ട്. അതുപോലെ അവസാനം എടുത്തു പറയേണ്ട ഒരു സീക്വൻസ് ആണ് ആ ചിരിക്കുന്ന സീൻ. ഇയാളുടെ ചിരി ഒരു രക്ഷലെന്ന് പറയാം. ആ ഒരു ജോക്കറിനെ എടുത്തു നിർത്തുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ടുമാണ് ഈ ഒരു സീൻ എടുത്തിരിക്കുന്നത്. ജോക്കർ ഫസ്റ്റിലെ ആ ഒരു ഐക്കോണിക് സ്മൈലിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടെയും സ്മൈൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. സീ നെക്സ്റ്റ് ടൈം വീഡിയോ ഗൈസ്. ദിസ് ഇസ് CG സൈനിങ് ഓഫ്.